ബൈബിൾ സ്റ്റഡിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചനം അപ്പോസ്തല പ്രവർത്തനം 16:31. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ തിരുവചനം അനുസരിച്ച് നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മുന്തിരി വൈൻ ഉണ്ടാക്കുന്നതാണ്. അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും രുചികരമായ മുന്തിരി വൈൻ 7 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു ചെറിയ ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. എന്നിട്ട് അതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഇത്ര വെള്ളം മതി. ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 1 കിലോ കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി ക്ലീൻ ചെയ്തതാണ്. നന്നായി ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. നമ്മളെപ്പോഴും മുന്തിരി വൈൻ ഉണ്ടാക്കുമ്പോൾ തുടച്ച് വൃത്തിയായിട്ട് എടുക്കണം. ഒട്ടും വെള്ളം അതിൽ പാടില്ല. ഇനി നമുക്കിത് ഗ്ലാസ് ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു ഭരണിയിലേക്കോ ഇട്ട് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഭരണി ഇല്ലാത്ത കാരണം ഞാനിവിടെ എടുക്കുന്നത് ഒരു ഗ്ലാസിൻ്റെ ജാറാണ്. ഈ ഗ്ലാസ് ജാറ് ചൂടുവെള്ളം കൊണ്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയതാണ്. ഇതിൽ വെള്ളത്തിൻ്റേതായിട്ട് ഒന്നും തന്നെയില്ല. നല്ലോണം ഡ്രൈ ആണ് ഉള്ളിലൊക്കെ. ഇതിലേക്ക് നമുക്ക് നമ്മുടെ കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. ഗ്ലാസ് ജാറിൽ നമ്മൾ മുന്തിരി മുഴുവൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പം എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ചപ്പാത്തി പരത്തുന്ന കോലാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിന് സമാനമായ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾ ഉടച്ചെടുക്കുക. എന്നിട്ട് ഇത് പതുക്കെ ജാറിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി എല്ലാം അത് നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പം നമ്മുടെ എല്ലാതും ഉടച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കോല് മാറ്റി വെച്ചു. ഇനി നമുക്കതിലേക്ക് ഇത് പുളിയുള്ള ഗ്രേപ്സ് ആണ്. അപ്പോൾ 1 കിലോ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനായി. അപ്പോൾ നമുക്കിനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായി വൃത്തിയായ ഒരു കയ്യിലെടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടത് നമ്മൾ നന്നായി ഉടച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 4 കറുവപ്പട്ടയുടെ കഷ്ണം, 5 ഏലക്കായ, ഒരു 6 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി വൈനിന് കളർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ബീട്രൂട്ട് ചെറുതാക്കി അരിഞ്ഞ് 1/4 കപ്പ് വെള്ളത്തിലിട്ട് വേവിച്ച് അതിൻ്റെ വെള്ളം കുറുക്കിയിട്ട് ആ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം നന്നായി തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. പച്ചവെള്ളം നമ്മൾ ഇതിൽ ഒട്ടും ചേർക്കാൻ പാടില്ല. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പ് വെള്ളമായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ വൈന് ലഹരി കിട്ടാനായിട്ട് നമ്മൾ സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് 1/4 കപ്പ് സൂചി ഗോതമ്പ് മിക്സിയിൽ നന്നായി പൊടിച്ചതാണ്. ഇത്രയും പൊടിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ വൈനിലേക്ക് ചേർക്കേണ്ട എല്ലാതും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി കയ്യിലെടുത്ത് മാറ്റാം. ഇനി നമുക്ക് അത് നല്ല ഒരു വെളുത്ത കോട്ടൺ തുണി കൊണ്ട് നമുക്ക് ഇതിനെ വായ മൂടി കെട്ടാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല വെളുത്ത കനം കുറഞ്ഞ ഒരു തോർത്തുമുണ്ടാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ജാറിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു. ഇത് ചൂടുവെള്ളത്തിൽ കഴുകി നന്നായി ഉണക്കിയിട്ടുള്ളതാണ്. എന്നിട്ട്
നമ്മൾ ഒരു ചരടെടുത്തു. ആ ചരട് കൊണ്ട് ഇതിൻ്റെ വക്ക് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടല്ല, കുറച്ച് ലൂസായിട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കണേ. എന്നിട്ട് നമ്മൾ ഇതിനെ മൂടി കൊണ്ട് മുകളിൽ വെച്ച് ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഇതും അത്ര എയർ ടൈറ്റ് അല്ല. ഇനി നമ്മൾ വൈൻ സൂക്ഷിച്ച് വയ്ക്കേണ്ടത് നമ്മൾ വെളിച്ചം കിടക്കാത്ത ഇരുട്ടുമുറിയിലാണ്. അപ്പോൾ നമുക്കിത് കബോർഡിൻ്റെ ഉള്ളിലോ അങ്ങനെ വെളിച്ചം എവിടെയാണോ കിടക്കാത്ത ആ സ്ഥലത്ത് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയി എടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ വൈൻ എടുത്തു വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളതൊന്ന് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് നമ്മളതിൻ്റെ കെട്ടഴിക്കണം. തുണി എടുത്ത് മാറ്റണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഒരു വെള്ളമില്ലാത്ത ഒരു തവിയോ അല്ലെങ്കിൽ കയ്യിലെന്ന് പറയും, കയ്യിലെടുക്കണം. ആ കയ്യിൽ കൊണ്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ചതാണ്. അതുമാതിരി തന്നെ നമ്മുടെ കൈയൊക്കെ നല്ല ക്ലീൻ വേണം. അപ്പോൾ നമുക്ക് ഇത് ഈ ജാറിലേക്ക് ഇറക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മിക്സിങ്ങിലാണ് വൈനിൻ്റെ എല്ലാ ടേസ്റ്റും ഇരിക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് തവി മാറ്റാം. എന്നിട്ട് നമുക്ക് വീണ്ടും പഴയ പോലെ നമ്മുടെ തുണി കൊണ്ട് നമുക്ക് മൂടി കെട്ടി വയ്ക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമുക്ക് എയർ ടൈറ്റ് അല്ലാതെ നമുക്ക് ചരട് കൊണ്ട് നമുക്ക് കെട്ടി വയ്ക്കാം. വീണ്ടും നമുക്ക് നമ്മുടെ പഴയ മൂടി എടുത്ത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് അടച്ചു വയ്ക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇരുട്ടുമുറിയിൽ കൊണ്ടുവയ്ക്കാം. ഇനി 5 ദിവസമാകുമ്പോൾ നമുക്ക് എടുത്തിട്ടത് ഒക്കെ പിഴിഞ്ഞ് നമുക്ക് ജ്യൂസാക്കാം. ഇപ്പോൾ നമ്മൾ വൈൻ കെട്ടി വെച്ചിട്ട് 5 ദിവസമായി ഇന്നേക്ക്. അപ്പോൾ നമ്മളത് കെട്ടഴിച്ച് നോക്കുകയാണ്. കെട്ടഴിച്ചിട്ടെങ്കിൽ അതിൻ്റെ വൈൻ നമുക്ക് കംപ്ലീറ്റ് നമുക്ക് മുന്തിരിയിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. കെട്ടി വെച്ച തുണി മാറ്റാം. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് നമ്മൾ നല്ല ക്ലീനായ ഒരു കയ്യിൽ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈയൊക്കെ നന്നായിട്ട് ക്ലീൻ ഉണ്ടാവണം. പ്രത്യേകിച്ച് നമ്മൾ ചൂടുവെള്ളം കൊണ്ടൊക്കെ നന്നായി കഴുകണം. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തവി മാറ്റാം. എന്നിട്ട് നമുക്ക് നല്ല ക്ലീനുള്ള ഒരു പാത്രം എടുക്കാം. അരിപ്പെടുക്കാം. നമുക്കതിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായി ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവൻ എടുക്കാം. നമുക്ക് ഒന്നിലും നമുക്ക് തോർത്തുകൊണ്ടിൽ നമുക്ക് കിഴി കെട്ടി പിഴിഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കാം. ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ മുന്തിരിയുടെ അതും പിഴിഞ്ഞ് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വൈനായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത ജാറ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, ഗ്ലാസിൻ്റെ. അത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നന്നായി തുടച്ച്, ഇതിൽ ഒട്ടും വെള്ളമയമില്ല, നല്ല ക്ലീനാണ്. നമ്മൾ അതിലേക്ക് തന്നെയാണ് വീണ്ടും ഒഴിച്ച് എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വൈൻ ഒഴിച്ച് വയ്ക്കാം. ഇത് 2 പ്രാവശ്യം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ജാറിൽ ഇത്ര ഉണ്ട്. ഇതിൽ അത്യാവശ്യത്തിന് ഇപ്പോൾ ലഹരി നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലഹരി ഇനി കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സൂചി ഗോതമ്പ് ഒരു ചെറിയ തുണിയിലെടുത്തിട്ട് കിഴി കെട്ടിയിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് നമുക്കിത് എയർ ടൈറ്റായിട്ട് നന്നായി കെട്ടി വയ്ക്കണം. അപ്പോൾ നമ്മൾ തുണി എടുക്കണം. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ തോർത്തുമുണ്ടെടുത്തു. നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ വെച്ചു. എന്നിട്ട് നമ്മുടെ കെട്ടിയ ചരടെടുത്തു. ഇപ്രാവശ്യം നമ്മൾ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടണം. നന്നായി ടൈറ്റായിട്ട് കെട്ടണം.
ഇപ്പം നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അതിൻ്റെ അടപ്പൻ കൊണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് വയ്ക്കണം. ഇത് 2 ദിവസം കൂടി നമുക്ക് ഇരുട്ടുള്ള മുറിയിൽ കൊണ്ട് എടുത്ത് വയ്ക്കാം. നമ്മൾ ആദ്യം വെച്ച സ്ഥലത്ത് തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ട് 7 ദിവസമാകുമ്പോൾ നമുക്ക് പുറത്തെടുത്തിട്ട് നമുക്ക് വൈൻ ഉപയോഗിക്കാം. ഇപ്പോൾ 7 ദിവസമായി നമ്മൾ വൈനിൻ്റെ ഈ ജാറ് കെട്ടി വെച്ചിട്ട്. അപ്പോൾ ഞാനിത് അഴിച്ചു നോക്കാണ്. 7 ദിവസത്തെയാണ് നമ്മൾ വച്ചിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പം നമ്മളിനി ഇതിലേക്ക് പ്രത്യേകമായിട്ടൊന്നും ചേർക്കേണ്ടതില്ല, നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾക്കിനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ വൈൻ ഗ്ലാസ് ഇല്ല, അപ്പം ഞാൻ സാധാരണ ചില്ലി ഗ്ലാസ്സിലേക്കാണ് ഒഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണ മാതിരി തന്നെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ 7 ദിവസം കൊണ്ട് ഈസി ആയിട്ട് വൈൻ ഉണ്ടാക്കുന്ന രീതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പമ്മിസട്ട് ചാനലിന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നന്നായിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും നിങ്ങളെ എല്ലാവരെയും ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബായ്.